പാലക്കാട് ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ ബാങ്ക് അക്കൗണ്ട് അകാരണമായി മരവിപ്പിച്ചതായി പരാതി. കൊപ്പം പ്രഭാപുരം സ്വദേശി നൌഷിജയുടെ SBI ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. പോലീസ് നിർദ്ദേശപ്രകാരമാണ് നടപടിയെടുത്തത് എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. വീൽചെയറിലിരുന്ന് കടലാസ് പേനകളും കുടകളും നിർമ്മിച്ച് ഉപജീവനം തേടുന്ന വ്യക്തിയാണ് കൊപ്പം പ്രഭാപുരം സ്വദേശി നൌഷിജ. എന്നാൽ ഇതുവഴി ലഭിച്ച പണമടങ്ങിയ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യുവതി. കഴിഞ്ഞ ഡിസംബർ 18-ന് പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അക്കൗണ്ട് മരവിപ്പിച്ചതായി അറിഞ്ഞത്. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ബാങ്കിൽ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നായിരുന്നു മറുപടി. തുടർന്ന് കൊപ്പം പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ അഹമ്മദാബാദിലെ സൈബർ സെല്ലിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് മരവിപ്പിച്ചത് എന്നാണ് മറുപടി ലഭിച്ചത്. അക്കൗണ്ടിൽ വന്ന 3000 രൂപയാണ് മരവിപ്പിക്കാൻ കാരണമെന്നാണ് അഹമ്മദാബാദ് സൈബർ സെൽ അധികൃതർ പറയുന്നത്. എന്താണ് പരാതി, ആരാണ് പരാതി തന്നത്, ഏത് ഇതെന്നാണ് നമുക്ക് പൈസ വന്ന് ഇതറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു അതൊന്നുമില്ല, നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാൻ 5 നമ്പർ തന്നിട്ടുണ്ട്, ആ 5 നമ്പറും നിങ്ങളെ അക്കൗണ്ട് ഫീസ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അങ്ങനെ ഒരു പരാതിയാണ് നമുക്ക് വന്നിട്ട്, നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു വഴിയില്ല, ഞങ്ങളെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു മാനേജർ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരാതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ തരാം, അതിൻ്റെ നിങ്ങളിവിടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് തന്നത്. അല്ലാതെ അവർ കൈ ഒഴിയാണ് ചെയ്തത്, അവരെ കൊണ്ട് യാതൊരു രക്ഷയില്ലായിരുന്നു. ആ റിപ്പോർട്ട് വാങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. നടപടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് അഹമ്മദാബാദിലെ ഓഫീസിലെത്താനാണ് അധികൃതരുടെ നിർദ്ദേശം. വീൽചെയറിൽ കഴിയുന്ന നൌഷിജയ്ക്ക് 1 വയസ്സായ കുഞ്ഞുണ്ട്. ഭർത്താവ് പ്രദേശത്തെ തട്ടുകടയിലെ തൊഴിലാളിയാണ്. നൌഷിജയ്ക്ക് കൈത്തൊഴിലിലൂടെ ലഭിച്ച 13000 രൂപയാണ് അക്കൗണ്ട് മരവിപ്പിച്ചതോടെ പിൻവലിക്കാൻ കഴിയാതെയായത്. പണം തിരികെ ലഭിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് യുവതി. ജനം, പാലക്കാട്.